എന്താ പ്രശ്നം? എന്താ പ്രശ്നം വായിച്ചു നോക്ക്. സ്മാർട്ട് റോഡിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മന്ത്രിമാർക്കിടയിലും ഭിന്നത. ഇതെന്റെ ടയറാ, ഇതെന്റെ ടയറാണ്. ഇതൊരു ഉദ്ഘാടന പോസ്റ്ററുകളിൽ ഒഴിവാക്കിയതിനുള്ള അതിർത്തി തദ്ദേശ മന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നേ? പണം ചെലവാക്കിയ തദ്ദേശ വകുപ്പിനെയും കോർപ്പറേഷനെയും അവഗണിച്ചെന്നാണ് തദ്ദേശ മന്ത്രിയുടെ പരാതി. കൊള്ളേണ്ടത് കൊണ്ടാലേ കാണേണ്ടവർ കാണൂ. ഇപ്പോ നല്ല റോഡുകൾ വരുന്നത് പൊതുവെ നല്ല മനസ്സുള്ള എല്ലാവരും സന്തോഷിക്കും, അംഗീകരിക്കും. മനസ്സിന് കുഴപ്പമുള്ളവർക്കാണ് ഇതിൽ സന്തോഷമില്ലാതെ വരിക. ഈ പാലത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കും എന്റെ പാർട്ടിക്കും വേണം. എന്നാലേ അടുത്ത ഇലക്ഷൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. എന്നിട്ട് 12 സ്മാർട്ട് റോഡുകളാണ് ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെയുള്ള ഒരു വലിയ ഉദ്ഘാടനത്തിൽ എന്തുകൊണ്ടാണ് തദ്ദേശ മന്ത്രിയുടെ ചിത്രം ഈ ഒരു പോസ്റ്ററുകളിൽ ഇല്ലാത്തത് എന്നുള്ള ചോദ്യമാണ് നേരത്തെ തന്നെ ഉയർന്നത്. ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. മുതലെടുക്കണേണ സജി, കൊതിയുണ്ടാണ്. നോക്കിയാലും ഫ്ലക്സ് ബോർഡ് അമ്മായിയച്ഛന്റെ മരുമന്റെ തറവാട്ട് വകയാണോ കേരളം? എന്റെ ആരാധകർക്ക് എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അതായത് ഈ പദ്ധതിക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത് തദ്ദേശ വകുപ്പാണ്. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ വകുപ്പാണ്. അത് നടപ്പാക്കുന്നത് തദ്ദേശ വകുപ്പിന് കീഴിലുള്ള കോർപ്പറേഷനാണ്. അതിന്റെ മോണിറ്ററിങ്ങും അതിന്റെ സൂപ്പർവൈസറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തദ്ദേശ വകുപ്പും കോർപ്പറേഷനുമാണ്. എന്തൊരു ചിറ്റണത് പണിയൊക്കെ എനിക്ക് തീറ്റാവനും. നാട്ടുകാരെ ബോധിപ്പിക്കണം. അപ്പോഴും ഇതിന് പണം ചെലവഴിക്കുന്നതും ഇതിന്റെ പദ്ധതി വിഭാവനം ചെയ്തതും അത് നടപ്പിലാക്കുന്നത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതും ഒക്കെയും തദ്ദേശ വകുപ്പായിരിക്കെ അവരുടെ ചിത്രങ്ങൾ, അവരുടെ വകുപ്പിന്റെ പേരുകൾ എന്തുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവായി എന്നുള്ള ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോ ആരാണ്ട് പറയുന്ന കേട്ടതാ, കല്യാണ വീട്ടിൽ പോയാ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാ പെട്ടിക്കകത്ത് കിടക്കണം. അവരുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കടന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ കിട്ടിയ ഫണ്ടല്ലല്ലോ. ഒരു ഉളുപ്പില്ലാതെ പറയുന്ന കേട്ടില്ലേ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഒന്നും വിചാരിക്കല്ലേ, അല്ലെങ്കിൽ ഒന്നും വിചാരിക്കല്ലെന്നുള്ളത് എനിക്ക് അറിയാമല്ലോ.